നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പോകേണ്ടത് തുർക്കിയിലേക്കാണ്. തുർക്കിയിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ തുർക്കി പ്രസിഡൻ്റായിട്ടുള്ള തയ്യബ് എർദോഗാനുമായിട്ട് ചർച്ച നടത്തിയിരിക്കുകയാണ്. ഇതിനുശേഷം ഇപ്പോൾ ഈ ഹമാസിൻ്റെ പ്രതിനിധികൾ റഷ്യയുമായിട്ടും ചർച്ച നടത്താൻ പോവുകയാണ്. അതായത് രണ്ട് വലിയ ലോകശക്തികളുമായിട്ടാണ് ഇപ്പോൾ ഹമാസിൻ്റെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരിക്കുന്നത്. അതായത് ഹമാസ് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജ്യം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. പല കോണുകളിൽ നിന്നും ഹമാസ് തീർന്നു, അവർ ഇനി ഗസയിലേ ഇല്ല എന്ന് പറഞ്ഞു പരത്തിയ ഒരു സ്ഥലത്ത് നിന്നാണ് ഹമാസ് ഇപ്പോൾ ഗസയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതും മറ്റ് രാജ്യങ്ങളുമായിട്ട് ചർച്ചകൾ വരെ നടത്തുന്നതും. അതായത് ഇസ്രയേലിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കെയർഫുള്ളായിട്ട് നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം ഹമാസ് ചർച്ച നടത്തിയിരിക്കുന്നത് ഇത്തരം വൻ ശക്തികളുമായിട്ടാണ്. അതായത് തുർക്കി എന്ന് പറയുന്നത് നമുക്കറിയാം, ആ റീജിയണിലെ തന്നെ വലിയൊരു ശക്തി തന്നെയാണ്. സൈനികപരമായി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ വലിയ ശക്തിയാണ്. റഷ്യ പിന്നെ പറയേണ്ട കാര്യമില്ല, ഞാൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല, അത്ര കണ്ട് വലിയ സൂപ്പർ പവറാണ്. അതിനാൽ തന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഒരു വാർത്തകളെ, അതായത് ഈ ഒരു കൂടിക്കാഴ്ചകളെ തന്നെ വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെയാണ് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹമാസിൻ്റെ പ്രതിനിധികൾ മോസ്കോയിലെത്തുകയും അവിടെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ മെമ്പറായിട്ടുള്ള മൗസ അബു ആയിരിക്കും ഇത്തരം ചർച്ചകൾക്ക്, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, അതായത് ഇസ്രയേൽ ഗസയിൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയ രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും, അതായത് റഷ്യയും തുർക്കിയും. നാറ്റോ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും അധികം ഇസ്രയേലിനെതിരെ ശബ്ദമുയർത്തിയ രാജ്യവും തുർക്കി തന്നെയാണ്. എനിക്കറിയാം, ഞാനിങ്ങനെ പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും വിമർശനം ഉന്നയിക്കും, നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? കാര്യം തുർക്കി വേണ്ട രീതിയിലൊരു ഇടപെടൽ ഈ ഒരു ഗസ വിഷയത്തിൽ നടത്തിയിട്ടില്ലല്ലോ എന്ന രീതിയിൽ ചോദിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുർക്കി എന്ന് പറയുന്ന രാജ്യം അതൊരു നാറ്റോ മെമ്പറാണ്. അതായത് നാറ്റോ കൂട്ടായ്മയിൽ പെടുന്ന മെമ്പറാണ്. 73 വർഷമായിട്ട് തുർക്കി നാറ്റോയുടെ അംഗവുമാണ്. അതായത് നാറ്റോ രാജ്യങ്ങൾ പുലർത്തേണ്ടതായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നാറ്റോയുടെ അംഗരാജ്യമായിട്ടുള്ള തുർക്കിയും പുലർത്തേണ്ടതായിട്ട് വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗസയിൽ തുർക്കിക്ക് ഇടപെടാനായിട്ട് പരിമിതികളുണ്ട്. അതായിരിക്കാം ഒരു വിഭാഗം ജനങ്ങളെങ്കിലും തുർക്കി വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്ന രീതിയിൽ ഒരു ചെറിയൊരു വിമർശനമാണെങ്കിൽ പോലും അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതാണ് അതിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതിനിടെ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇറാന്റെ തന്നെ സീക്രട്ട് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. അതിനെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുന്നുണ്ട്. എന്താണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ദൂരപരിധി തന്നെയാണ്. അതായത് 2900 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. അതായത് യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ മൊത്തം, ഏകദേശം ആ റീജിയൻ മൊത്തം ഈ ഒരു വെപ്പന്റെ പരിധിയിൽ വരും. അതിനിടെ ഹമാസും റഷ്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് ഹമാസ് ഇപ്പോൾ റഷ്യയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഹമാസ് പറയുന്നത്, അടുത്ത ബന്ധിമോചനത്തിൽ റഷ്യയിൽ നിന്നുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അത് റഷ്യക്കാരനാണ്. സോ അയാളെ മോചിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. മൗസ അബു തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഹോസ്റ്റേജസിനെ മോചിപ്പിക്കുന്നതിലായിരിക്കും ഇനി കൂടുതൽ പരിഗണന നൽകുക. മറ്റൊരു വാർത്ത, ഇപ്പോൾ ഗസയിൽ അമേരിക്കൻ സോൾജേഴ്സിന്റെ സാന്നിധ്യം ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ്സറൈം കോറിഡോറിലാണ് ഇപ്പോൾ അമേരിക്കൻ ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. പാലസ്തീനികളുടെ സുരക്ഷയ്ക്കും അവരുടെ സുരക്ഷിതമായി വടക്കൻ ഗസയിലേക്കുള്ള മടക്കത്തിനും വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഒരു ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭയങ്കര സുരക്ഷയാണ് ഇതുവരെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് എന്നാൽ നമുക്ക് ഈ ഒരു മറ്റെന്തൊക്കെയോ ലക്ഷ്യം ഇതിനുണ്ട് എന്ന രീതിയിലും ചിലരൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട വാർത്തകൾ. നമസ്കാരം.